ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്ന് കൊച്ചിന് ഇഡ്ഡലിയും കടലക്കറിയും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും തേങ്ങാ ചട്നിയും സാമ്പാറുമാണ് കേട്ടോ. നമ്മളെല്ലാ ദിവസവും തേങ്ങാ ചട്നിയും സാമ്പാറും മാറി മാറി കൊടുത്ത് ഇഡ്ഡലിയോട് വിടുമ്പോൾ കൊടുക്കുന്ന നമുക്കൊരു മടുപ്പില്ലെങ്കിലും കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ കടലക്കറി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, കൊച്ചിനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കടലക്കറി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കടലയും ഇഡ്ഡലിയും എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. അങ്ങനെ ഒരു കോമ്പിനേഷൻ അധികം ഞാൻ കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലിയും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ദോശയും കടലക്കറിയും കഴിക്കാറുണ്ട്, ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാം അല്ലേ. അപ്പോൾ അതേ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മളുടെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ കേൾപ്പിച്ചിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ ഒക്കെ അങ്ങനെ തന്നെ ഇട്ട് വെക്കും. ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ എണ്ണീക്കും കേട്ടോ. തലേന്നപ്പോൾ കടലയൊക്കെ സോക്ക് ചെയ്ത് തലേന്നൊരു 9 മണിക്കൊക്കെ ആകുമ്പോഴേ ഞാൻ സോക്ക് ചെയ്യാൻ കടല ഇടാറുള്ളൂ. അപ്പോൾ അതേ നമ്മളുടെ ഇൻഡക്ഷനിൽ അപ്പോഴത്തേക്ക് ചായ തിളപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് രാവിലെ എണ്ണീറ്റ് ഉടനെ തന്നെ ഒരു ചായ കിട്ടണം, ഇല്ലെങ്കിൽ ആ ദിവസം തന്നെ ഒരു സുഖമില്ല. അതേപോലെ രാവിലെയും വൈകിട്ടും എനിക്ക് ചായ കിട്ടണം കേട്ടോ. ചായ കുടിച്ചില്ലെങ്കിൽ ആകെ ഒരു ദേഷ്യമാണ് പിന്നെ. അപ്പം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചേർത്താലും മതി. ഇപ്പം ഞാൻ ഈ മസാലയ്ക്കകത്തിലോട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. കടലയ്ക്കകത്തിലോട്ട് ഞാൻ ഉപ്പ് ചേർക്കാറേ ഇല്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തോന്നിയതാണ്. നമ്മൾ അതിൽ ചേർക്കുമ്പോൾ ഈ കടല ഇങ്ങനെ കല്ലിച്ചിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടില്ല. എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ അതേ നമ്മളുടെ ഉള്ളിയൊക്കെ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ മീറ്റ് മസാലയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾ പൊടിയും പിന്നെന്താണ് മല്ലിപ്പൊടി ഞാൻ പറഞ്ഞു, മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായവും കൂടെ ഞാൻ ചേർത്തായിരുന്നു, വളരെ കുറച്ച്. അത് വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഇതേ നമ്മളുടെ മസാലാസൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈഡായി വന്നപ്പോഴത്തേക്ക് ഒരിക്കലും കരിഞ്ഞു പോലെ കേട്ടോ, പിന്നെ കരിഞ്ഞ ടേസ്റ്റായി പോകും. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടലയിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇതിൽ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല വെന്ത് കുറുകി നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ കടലക്കറി തുറന്ന് നോക്കാം കേട്ടോ. അതുവരെ അത് അവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് ഇതേ ഒരു സെറ്റ് ഇഡ്ഡലി ഓൾറെഡി ഞാൻ പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് വെക്കാൻ പോവുകയാണ്. കൊച്ചിന് ഇഡ്ഡലി കൊടുത്തു വിടുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. ഡെയിലി ഇഡ്ഡലി കൊണ്ടുപോകാനും പുള്ളിക്കാരത്തേക്ക് ഒരു മടുപ്പുമില്ല. ചോറ് കൊണ്ടുപോകാനാണ് ആൾക്ക് മടി. കൊച്ചിന് ലഞ്ച് ടൈം വളരെ കുറവാണെന്നാണ് കൊച്ചു പറയുന്നത്. ഇനി പതുക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് കൊണ്ട് കൂടുതലും ഇഡ്ഡലിയാണ് കേട്ടോ കൊടുത്തു വിടാറുള്ളത്. ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതേ ഉള്ളൂ. പക്ഷേ എന്താണല്ലേ, പുതിയ രീതിയിലുള്ള പാഠ്യേതര പദ്ധതി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ലോഡ് പഠിക്കാനും ഒരു ലോഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ എൽ കെ ജി അല്ലല്ലോ, എൽ കെ ജിക്ക് മുന്നേ തൊട്ടേ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ദേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുക്കുന്നത്. മാക്സിമം അത് ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ തീരും. കാരണം രാവിലെ ഇഡ്ഡലി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ദോശയും കൂടെ ചുടുവാണെങ്കിൽ അന്നത്തെ ദിവസം കൊണ്ട് ആ മാവൻ കഴിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി വെക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും. ഫ്രിഡ്ജിൽ വെച്ച മാവ് നമ്മൾ എന്താണ് 3-ാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരബദ്ധം പറ്റിയതാണ് കേട്ടോ. മമ്മിയോട് ഞാൻ പറഞ്ഞു, ഒരു വ്ളോഗേഴ്സൊക്കെ അതായത് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്ന പരിപാടി. അതാകുമ്പോൾ ഓരോ തവി ഇങ്ങനെ ഒഴിക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ ചെയ്തപ്പം ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്തപ്പോൾ ഫ്ലോപ്പായി പോയതാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് 2 തട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു 2-3 തവണയൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഒരു തട്ടിൽ ഇഡ്ഡലി കുറച്ച് ചെറുതാണ്, ഒരു തട്ടിൽ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ കടലക്കറി ഞാൻ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് തട്ടിയെന്നേ ഉള്ളൂ. പിന്നെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിയത്. അപ്പം കടലയെല്ലാം ഒരേപോലെ വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് കൂടിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലും എത്ര കൂടിയ കടല മേടിച്ചാലും എനിക്ക് തോന്നിയൊരു കാര്യം ആണ് കേട്ടോ, ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കുമ്പോൾ വേവാതിരിക്കുക. ഇതിപ്പോൾ എല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഈ സപ്ലൈക്കോയിലൊക്കെ കിട്ടുന്ന കടലയില്ലേ, അത് ചില സമയത്ത് മാത്രമേ നമ്മൾക്ക് അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ചില സമയം നമ്മൾക്ക് കുറച്ച് മോശമായിട്ട് കിട്ടുന്നുണ്ടല്ലേ. നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. എപ്പോഴും അവിടെ നമുക്ക് പെർഫെക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ദേ നമ്മളുടെ കടലക്കറിക്കകത്തിൽ മസാലയെല്ലാം ചേർത്തു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.